യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 വാക്യം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നു. ജലത്താൽ ജ്ഞാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് ജ്ഞാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. ആത്മാവ് ഇറങ്ങി വന്ന് അവരുടെ മേൽ വസിക്കുന്നത് ഞാൻ കാണുന്നുവോ? അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് ജ്ഞാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഞാൻ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ച് അത് സ്വന്തമായി വിശ്വസിച്ച് സ്വീകരിക്കുന്നത്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. തൻ്റെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വ്യാഖ്യാനിച്ച് വചനത്തിൽ വിശ്വസിക്കുന്നത്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വായിക്കുമ്പോൾ ഞാനത് എൻ്റെ പാപത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ദൈവകൽപ്പന അനുസരിച്ച് വചനം വായിച്ച് ധ്യാനിച്ച് ജീവിക്കുന്ന ഞാൻ എന്നെ തന്നെയാണ് അത് കാണുന്നത്. ഇവനെപ്പറ്റിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്നെപ്പറ്റിയാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഞാൻ വചനം വായിക്കുകയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യണം. അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യണം. അത് എന്നോടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ വ്യാഖ്യാനിച്ച് വചനത്തിൽ വിശ്വസിക്കുന്നത്. എനിക്ക് മുമ്പേ തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവൻ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി വെളിപ്പെടുത്താൻ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും, അത് വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നതാകാം, സഹന ജീവിതമാകാം, ആകാം. സഹനങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, മദർ തെരേസ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് മദർ തെരേസ ഒരു സേവനം ചെയ്യുന്നു, തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്നു. അതുപോലെ ഞാൻ നമ്മെ ഇഷ്ടമില്ലാത്ത ഭർത്താവിനെയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അത് മദർ തെരേസയെ മനസ്സിൽ കണ്ട് ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ സഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ഈശോയ്ക്ക് വേണ്ടി ഞാൻ അത് സന്തോഷത്തോടെ ആ സഹനങ്ങളെ ഏറ്റെടുത്ത് ജീവിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ആത്മാവ് ജ്ഞാനം നൽകുന്നു. അത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ വസിക്കുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എൻ്റെ മേൽ വരുന്നതും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കുന്നതും ഞാൻ മനസ്സിൽ കണ്ട് ആ വചനത്തിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ വചനം വായിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണോ വചനം വായിച്ച് സ്വീകരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയേ, നിൻ്റെ ഒരാവശ്യം പോലും സാധിക്കാതിരിക്കുകയില്ല.